മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന കടുവയ്ക്കായി തെരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കി. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 50 അംഗ ദൗത്യ സംഘം സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും ദൗത്യത്തിന്റെ ഭാഗമാകും. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിലെ ആദ്യ ഗഡു ഇന്ന് കൈമാറും. ബിപിൻ സി വിജയൻ കാളികാവിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന വാർത്ത. ബിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, കാളികാവിൽ ഇപ്പോഴുള്ള അന്തരീക്ഷം എങ്ങനെയാണ്? പ്രതിഷേധം തെല്ലൊന്ന് തണുത്തോ? ഡോക്ടർ അരുൺ സക്കറിയുടെ സംഘം സജ്ജമായി കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ഗഫൂറിനെ കൊന്ന ആ ഒരു കടുവയെ എത്രയും വേഗം നരഭോജി കടുവയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യവുമായി ഇപ്പോൾ വനം വകുപ്പ് സജ്ജമായി ആ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞു. RRT സംഘം ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ആ സ്ഥലം പരിശോധിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നത്. പാറശ്ശേരി സ്കൂളിൽ ഇപ്പോൾ കുങ്കിയാന എത്തി. കുങ്കിയാന ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് മുത്തങ്ങയിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ചു എന്നുള്ള കുങ്കിയാനയാണ്. അപ്പോൾ ആ പ്രദേശം ഈ RRT സംഘവും വനം വകുപ്പിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരും പരിശോധിച്ചതിന് ശേഷം അവിടെ കുങ്കിയാനയ്ക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, എങ്ങനെയാണ് അതിന് സാഹചര്യം എന്നൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ആനയെ അവിടേക്ക് കൊണ്ടുപോകുന്നതും ആ തരത്തിലുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുക. മറ്റൊന്നുള്ളത്, ഇതിന് പുറമെ മറ്റൊരു കുങ്കിയാന കൂടി ഇവിടേക്ക് ഉച്ചയോടുകൂടി എത്തും. അങ്ങനെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആദ്യഘട്ടത്തിലുള്ള തിരച്ചിൽ ഉണ്ടാവുക. ആ പ്രദേശത്ത് ഇതിനോടകം തന്നെ ഏകദേശം 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ആ ക്യാമറയിൽ ഇന്നലെ രാത്രിയോടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് അതിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും തിരച്ചിൽ നടത്തുക എന്നുള്ളതുമാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഡോക്ടർ അരുൺ സക്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ആ പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതി കുറച്ച് വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം ചെങ്കുത്തായിട്ടുള്ള ഒരു കയറ്റമാണ്, മലയാണ്, ഒപ്പം റബ്ബർ കാടുമാണ്. അപ്പോൾ ആ പ്രദേശത്തെ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ന് ഡ്രോണിൻ്റെ പരിശോധന കൂടി ഉണ്ടാവും. ഡ്രോണുകൾ പറത്തി ആ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കുന്നത് കൂടി ഉണ്ടാകും. ഗഫൂറിൻ്റെ മൃതദേഹം ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കല്ലാമുല ജുമാ മസ്ജിദിൽ കബറടക്കി കഴിഞ്ഞു. ആ വീട്ടിന് അവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലെ ആദ്യഘട്ടമായിട്ടുള്ള 5 ലക്ഷം രൂപ ഇന്ന് നൽകുകയും ചെയ്യും. വലിയ പ്രതിഷേധമാണ് ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. DFO വന്ന് ഈ ഉറപ്പുകളെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് ആ മൃതദേഹം എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ ഇപ്പോൾ കഴിഞ്ഞത്. നാട്ടുകാർ ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ആവശ്യം? വനം വകുപ്പ് അവർ ഇതിനോടകം തന്നെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ വനംവകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ 7 മണിയോടുകൂടി ആനയെ എത്തിച്ചിട്ടുണ്ട്. RRT വാളണ്ടിയേഴ്സ് ഉണ്ട്. അവർ സംഭവസ്ഥലം ഇന്നലെ രാത്രിയും പരിശോധന നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്നും രാവിലെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആന കൂടി സ്ഥലത്തെത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും അതുപോലെ തന്നെ മറ്റേ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജനങ്ങളുടെ കൂടെയുണ്ട്. പിടികൂടണമെന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും ആ കടുവയെ പിടികൂടുകയും അതിനെ ജീവനോട് അല്ലാതെ തന്നെ കൊന്ന് പിടികൂടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതെ, അപ്പോൾ ഈ കടുവയെ ജീവനോടെ അല്ലാതെയോ എത്രയും വേഗം പിടികൂടണമെന്നുള്ള ആവശ്യമാണ്. CCF ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കാളികാവിൽ ക്യാമ്പ് ചെയ്താണ് ഈ കടുവാ ദൗത്യത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഇതിനെ പിടികൂടുന്നതുവരെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരു കുങ്കിയാന കൂടി എത്തും. ഒപ്പം ഡ്രോണിൻ്റെ പരിശോധന കൂടി ഈ പ്രദേശത്ത് നടക്കുകയും ചെയ്യും. SK. കാളികാവിൽ നിന്ന് ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.